അങ്ങനെ വൈകുന്നേരത്തെ നടത്തത്തിനായിട്ട് നമ്മൾ ഇറങ്ങിയതാണ്. അപ്പോൾ തൊട്ടടുത്ത് തന്നെയുള്ളൊരു വഴിയിൽ കൂടിയാണ് നമ്മൾ നടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇവിടെ വണ്ടിയൊക്കെ വളരെ കുറവായിരിക്കും. അപ്പോൾ പോകുന്ന വഴിക്ക് ഇങ്ങനെ പറമ്പിലുള്ള പൂക്കളും ചെടികളൊക്കെ പറിക്കലാണ് ഐശ്വര്യയുടെ മെയിൻ പരിപാടി. അപ്പോൾ ഓരോ പൂവൊക്കെ പറിച്ചിട്ട് ആൾ ചവിട്ടി വെക്കും. ചില പൂവുകളുണ്ട് അത് പറിച്ചിട്ട് മേളിലേക്ക് എടുത്ത് എറിയും. അതുപോലെ അപ്പോൾ അത് കഴിഞ്ഞ് ഇങ്ങനെ നമ്മൾ നടക്കുന്ന സമയത്ത് ചീവീടിൻ്റെ ഭയങ്കരമായിട്ടുള്ള സൗണ്ട് കേട്ടു. അപ്പോൾ ആൾക്ക് ചീവീടിനെ കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളിതേ ഒരു പറമ്പിലോട്ട് അങ്ങോട്ട് കയറിയിട്ട് ചീവീടിനെ കണ്ടുപിടിക്കണേ. അപ്പോൾ ചീവീടിനെ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇതാ ഒന്ന് കണ്ടോളൂ. ഇതാ ഇങ്ങനെയാണ് ചീവീട് ഇരിക്കുന്നത്. അത് കഴിഞ്ഞ് വീണ്ടും നടക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ഓരോ പറമ്പിലൊക്കെ കാണുന്ന പൂക്കളൊക്കെ പറിച്ച് ഇങ്ങനെ പോവും. അപ്പോൾ ആളാണെങ്കിൽ ഓട്ടമാണ്. ആൾക്ക് വീട്ടിൽ പോകണ്ടെന്ന് പറഞ്ഞിട്ട് തിരിച്ച് അപ്പുറത്തെ സൈഡിലേക്ക് എടുത്ത് ഓടുക. അങ്ങനെ ഓടുന്ന ആളെ ഓടിച്ചിട്ട് പിടിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണേ. അപ്പോൾ പോണ വഴിക്ക് കുറച്ച് ആട്ടുമ്പയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെയൊക്കെ കണ്ടങ്ങ് പോയി. പിന്നെ നമ്മുടെ സ്ഥിരം വെള്ളത്തീ കളി സ്റ്റാർട്ട് ചെയ്തു നമ്മൾ. അപ്പോഴേക്കുമാണ് ലച്ചേച്ചി അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നത്. അപ്പോൾ ലച്ചേച്ചിയാണ് ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുത്തിട്ട് വരുവാണ്. ഒരു ചെസ് കോമ്പറ്റീഷനിൽ പ്രൈസൊക്കെ കിട്ടിയിട്ടുണ്ട് ആൾക്ക്. അപ്പോൾ പിന്നെ നമ്മൾ നമ്മുടെ വെള്ളത്തീ കളി തുടരുകയാണ്. അപ്പോൾ ലച്ചേച്ചിയുടെ മേത്തേക്കൊക്കെ വെള്ളം ഒഴിക്കാൻ ആൾ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവരെയൊക്കെ കുറെ നാൾ കൂടി കണ്ടതിന് ഭയങ്കര സന്തോഷമാണ് ഐശ്വര്യക്ക്. ഞങ്ങൾ ഡേ ഇൻ മൈ ലൈഫ് ആയിരുന്നു കൊച്ചിന്റെ. പക്ഷെ വെള്ളത്തിക്കളി നമ്മൾ കോംപ്രമൈസ് ചെയ്യില്ല. വീണ്ടും കുറെ നേരം വെള്ളത്തിൽ കിടന്ന് കളിച്ചു. ലച്ചേച്ചിനെയൊക്കെ ഇങ്ങനെ വിളിക്കുമായിരുന്നു, ആ വെള്ളത്തിൽ കളിക്കാന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. എന്നിട്ട് ബേബി കുറെ നേരം വെള്ളത്തിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഓടി ഉടുപ്പ് മൊത്തം നനച്ചു കഴിഞ്ഞിട്ടാണ് ആള് തിരിച്ച് കയറണത്. അപ്പൊ തിരിച്ചു വന്നപ്പോ നമ്മൾ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ട് പിന്നെ ഇതാ കളി അങ്ങോട്ട് തുടങ്ങുവാണ്. ഓടല് ചാടല് ബഹളം എന്തൊക്കെയാണോ എന്തോ. അത് കഴിഞ്ഞപ്പോൾ ഐശ്വര്യക്ക് ഇതുപോലെ ലച്ചുവിന്റെ ഒപ്പം ഈ വണ്ടിയിൽ കയറണമെന്ന് പറഞ്ഞ ഒച്ചപ്പാടായിരുന്നു. പിന്നെ ആ വണ്ടിയിൽ കയറ്റി കുറെ റൗണ്ട് അടിച്ച് അത് കഴിഞ്ഞ് ഞാൻ ചായ പിടിച്ചോണ്ടിരിക്കണമായിരുന്നു. അപ്പോൾ അതേ കാണാം ആൾക്ക് പുറകിലിരിക്കണമെന്നുണ്ട്. പുറകിലിരിക്കാൻ സ്ഥലം പോലും ഇല്ല. അതിൽ നിന്ന് ഉരുണ്ട് വീഴും. അപ്പൊ ഞാൻ അതേ പിടിച്ചു കൊടുക്കാണ്. എന്നിട്ട് അതിന്റെ പുറകെ ഓട്ടോ വരുന്നു. ചേച്ചി കൊണ്ടുപോയി. അപ്പൊ ഇതിനിടക്ക് ലച്ചു ബേബിയും അളിയച്ചാരും കൂടി പിന്നെ അതിൻ്റെ ഉള്ളിൽ കിടന്ന് വേറെ ഗെയിം ബോള് കളിക്കുന്നു, അത് കളിക്കുന്നു, അവര് തമ്മിൽ മത്സരം വെക്കുന്നു. അങ്ങനത്തെ ഓരോരോ പരിപാടികളൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോ അവര് പോവുകയാണ്. അപ്പൊ ഐശ്വര്യക്ക് ഭയങ്കര വിഷമമൊക്കെ ആയി. പിന്നെ ടാറ്റയെ കൊടുത്ത് നമ്മളവരെ യാത്രയാക്കി. അത് കഴിഞ്ഞ് വീണ്ടും നമ്മുടെ റിയൽ ടാസ്കിലേക്ക് എത്തി. വൈകുന്നേരത്തെ ചായ പരിപാടിയാണ്. ഇപ്പൊ വൈകിട്ട് ഇന്ന് കൊഴുക്കട്ടയാണ്. നമ്മൾ കൊഴുക്കട്ട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. തൊട്ടുപോലെ കണ്ട് കൈ പൊള്ളിന്ന് വെറുതെ പൊള്ളിന്ന് ആ പൊല്ലി. പിന്നെ ഇതുപോലുള്ള കുറെ അടവുകളൊക്കെ അടയിലിട്ടാ കൈ പൊള്ളിന്നൊക്കെ ഇങ്ങനെ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ നമ്മുടെ സ്ഥിരം പരിപാടികൾ ഓരോരോ പാത്രങ്ങളും ഓരോ അടപ്പും മറ്റേതും മറിച്ചതും എല്ലാം കൊടുത്തിട്ടാണ് നമ്മൾ വീണ്ടും കഴിപ്പിക്കുന്നത്. ഇത് കഴിക്കോ? കൊഴുക്കട്ട കഴിക്കോ? കഴിക്കൂലേ? ആ ഓക്കെ ഗൈസ്, ഇത്രയും ബാക്കിയുണ്ട്. ചായപ്പരിപാടി കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് കുളിച്ചിട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങി. ഞാൻ തിരിച്ചു തന്നെ ഒരു അമ്മയും മോളും ഒക്കെ ആയിട്ട് പല പല രീതിയിലുള്ള കളികളും പരിപാടിയൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ തിരിച്ചു വന്നപ്പോൾ ഭക്ഷണം കഴിക്കാതിരിക്കുകയാണ്. അപ്പം ഇന്ന് രാത്രിയത്തേക്ക് ചോറും ലിവർ വരട്ടിയതുമാണ്. ലിവർ ഇങ്ങനെ ഉണ്ടാക്കണത് ഐശ്വര്യക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇടക്കിടക്ക് ഉണ്ടാക്കാറുണ്ട്. ആ ലിവർ പെരളനെ ഉണ്ടാക്കണതിന്റെ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കണ്ടേ. അപ്പൊ വേണ്ടവരൊന്ന് കയറി കണ്ടോളൂ. പിന്നെ ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. നേരത്തെ കണ്ടതുപോലെ തന്നെ പല രീതിയിലുള്ള അംഗങ്ങളും പല രീതിയിലുള്ള കഥകളും എല്ലാം പറഞ്ഞു ഒരു കണക്കിനങ്ങ് കഴിപ്പിക്കുവാണ്. അത് കഴിഞ്ഞ് കുറച്ചു നേരം നമ്മൾ ഒന്ന് TV കാണിക്കുന്നുണ്ട്. അപ്പോൾ ആൾക്ക് പാട്ടും ഡാൻസൊക്കെ ഇഷ്ടമായതുകൊണ്ട് അങ്ങനത്തെ ഇത് കാണിക്കും. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പല്ലേൽപ്പിക്കുകയാണ് ആളെ. അപ്പോൾ രാവിലത്തെ പോലെ തന്നെ നല്ല ബുദ്ധിമുട്ടാണ്, കഷ്ടപ്പാടാണ്. പല്ല് തേക്കൽ കഴിഞ്ഞ് എല്ലാവർക്കും ഗുഡ് നൈറ്റും കൂടി കൊടുത്താൽ ഇന്നത്തെ പരിപാടി അങ്ങ് തീരുവാണ്.
ഗുഡ് നൈറ്റ്. നാളെ രാവിലെ വരാം. ഹൈ നാളെ രാവിലെ വരാം. ബൈ. അപ്പൊ ഇതാണ് കേട്ടോ ഐഷു ബേബിയുടെ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത്. സൈനിങ്.